വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി സ്വാഗതം ചെയ്യുകയാണ് ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാനൊരു സിബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 4-ാം തീയതി വെള്ളിയാഴ്ചയാണ്. 4-ാം തീയതി ജൂലൈ മാസം 2025 രാവിലെ 7:56 ആയിട്ടുണ്ട്. നമ്മളിന്ന് സ്ട്രാഡിലാണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രാഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് അറിഞ്ഞുകൂടാത്തവർ ഗൂഗിൾ ചെയ്ത് പഠിക്കുക. അല്ലെങ്കിൽ നിഫ്റ്റി, അതായത് NSEയുടെ സൈറ്റിൽ സ്ട്രാഡിലിൻ്റെ കുറച്ച് സ്ട്രാറ്റജീസും സെറ്റപ്പും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതും അന്വേഷിച്ച് കണ്ടെടുത്ത് പഠിക്കുക. അതിനകത്ത് സ്ട്രാഡിൽ എപ്പോഴും രണ്ടേ ഉള്ളൂ. അതിനകത്ത് രണ്ടെണ്ണം സ്ട്രാഡിലിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഈ സ്ട്രൈക്ക് പ്രൈസ്, ഒരേ സ്ട്രൈക്ക് പ്രൈസ് ബൈ ചെയ്യുക, കാളും പുട്ടും, അല്ലെങ്കിൽ ഒരേ സ്ട്രൈക്ക് പ്രൈസ് കാളും പുട്ടും വിൽക്കുക. ഇതാണ് സ്ട്രാഡിൽ. വളരെ സിമ്പിളാണ്. അതിനകത്ത് ലോങ് സ്ട്രാഡിലിനും ഷോർട്ട് സ്ട്രാഡിലിനും പേര് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ, ഇത് നമ്മൾ എപ്പോഴും ഓപ്ഷനെ നോക്കി കാണേണ്ട രീതി. ഒരു ഓപ്ഷൻ ബയറാണ് നിങ്ങൾ നോക്കുന്നു, ഈ വീഡിയോ റെഗുലറായിട്ട് നോക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ ഓപ്പോണൻ്റ് ഓപ്ഷൻ സെല്ലറാണ്. നമ്പർ 1, ഇത് മൈൻഡിൽ വയ്ക്കുക. രണ്ടാമത്തത്, ഇത് എന്തിനാണ് ഓപ്ഷൻ NSE തുടങ്ങിയത്? ഓപ്ഷൻ ആൻഡ് ഫ്യൂച്ചർ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ എന്തുകൊണ്ടാണ് NSE തുടങ്ങിയത്? ഒരു വലിയ വലിയ ടീംസിന് നഷ്ടം വരാതിരിക്കാൻ ഇവിടെ ഒരു ഹെഡ്ജിങ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് അവർ ഇത് തുടങ്ങിയത്. അത് തുടങ്ങിയോടുകൂടി അവർ തന്നെ ഓപ്ഷൻ സെല്ലിങ്ങിനുള്ള സ്ട്രാറ്റജീസാണ് ഇഷ്ടം പോലെ NSE കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ബൈയിങ്ങിന് യാതൊരു സ്ട്രാറ്റജീസോ സെറ്റപ്പോ ഒന്നും NSE റെഫർ ചെയ്തിട്ടുമില്ല. ഈ കാര്യം തന്നെ നമ്മൾ മൈൻഡിൽ എപ്പോഴും വയ്ക്കണം. നമ്മൾ കാണുന്നത് ഒരു സെല്ലറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ. സെല്ലർ ആണ്, സെല്ലിങ് ചെയ്ത ആൾക്കാരാണ്. ഇതിനകത്ത് 85% ഓപ്ഷൻ സെല്ലിങ്ങിൽ ആൾക്കാരുണ്ട്. അവരാണ് ചെയ്യുന്നത്. അതിലും വലിയ വലിയ ബിഗ് മണി, നമ്മൾ പറയില്ലേ FII, DII, ഇവരൊക്കെ ചെയ്യുന്നത് ഓപ്ഷനിൽ സെല്ലിങ്ങാണ്. അവർ ബൈയും ചെയ്യാറുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ അവർ കൂടുതലും ചെയ്യുന്നത് സെല്ലിങ്ങാണ്. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള എല്ലാ ട്രേഡറും ഇവരെല്ലാവരും ഓപ്ഷൻ സെല്ലിങ്ങിനെ കുറിച്ചാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. വളരെ ചുരുക്കം കുറച്ച് ചാനലുകൾ മാത്രമേ, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ മാത്രമേ ഓപ്ഷൻ ബൈയിങ്ങിനെ കുറിച്ച് പറയാറുള്ളൂ. അവരും റെഗുലറായിട്ട് പറയാറില്ല. ഓക്കെ, നമ്മുടെ വിജയം, അല്ലെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്നത് ഒരു ഡിസിപ്ലിനാണ്. അതാണ് ബേസ്. ഡിസിപ്ലിൻ വെച്ചുകൊണ്ടുള്ള നമ്മുടെ ഡേ ടു ഡേ നമ്മുടെ ഒബ്സർവേഷനും ഡേ ടു ഡേ ട്രേഡിങ്ങുമാണ്. ആ ഡിസിപ്ലിൻ നിങ്ങൾ നോക്കിക്കറിയാം. ഇതിനു മുന്നേ ബാങ്ക് നിഫ്റ്റി ആയിരുന്നു. പിന്നെ ബാങ്ക് നിഫ്റ്റി മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ടാണ് ഞാൻ ബാങ്ക് നിഫ്റ്റിയാണ് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം. അതിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്, അതിലാണ് പ്രോഫിറ്റുകൾ വന്നുകൊണ്ടിരുന്നത്. ബാങ്ക് നിഫ്റ്റി മന്ത്ലി എക്സ്പയറി ആയതോടുകൂടി നിഫ്റ്റിയിലോട്ട് മൂവ് ചെയ്തു. ഇപ്പോൾ നിഫ്റ്റിയിലോട്ട് മൂവായി ഏറെക്കുറെ 3-4 മാസത്തിൽ കൂടുതലായി. അതിൻ്റെ ഡെയിലി പറ്റാവുന്ന ദിവസങ്ങൾ ഈ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടുന്നുണ്ട്, ഇല്ലെങ്കിൽ ടെലഗ്രാമിൽ ഇതിൻ്റെ ചാർട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെഗുലറായിട്ട് ഡിസിപ്ലിനായിട്ട് 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്ക് വെച്ചാണ് സംസാരിക്കുന്നത്. നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ബേസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഇത് റെഗുലറായിട്ട് നമ്മൾ ഡിസിപ്ലിനായിട്ടും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഡിസിപ്ലിൻ കൊണ്ടുവരികയാണെങ്കിൽ നിറച്ച് സക്സസ് മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, സ്ട്രാഡിൽ വീണ്ടും നമുക്ക് കാര്യത്തിലോട്ട് വരാം. സ്ട്രാഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അവർ ഈ സ്ട്രാറ്റജിയും കാര്യങ്ങളും ഇംഗ്ലീഷും പിന്നെ അങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആരോ മാർക്കും പിന്നെ കുറേ ഗ്രാഫും ഒക്കെ തരും. ഭയങ്കര കൺഫ്യൂഷനാണ്. അതിനകത്തൊന്നും പോകണ്ട. സ്ട്രാഡിൽ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ, എവിടെ തുടങ്ങിയോ അവിടെ തീർക്കുക, അവിടെയാണ് തുടങ്ങിയ സ്ഥലത്ത് തിരിച്ചെത്തുക എന്നുള്ളതാണ് സ്ട്രാഡിലിൻ്റെ ഒരു ആരും അറിയപ്പെടാത്ത, അല്ലെങ്കിൽ ആർക്കും ഇതിനെക്കുറിച്ചുള്ള ഡീപ്പ് ഡ്രൈവ് ഇപ്പോൾ അന്വേഷിക്കാത്ത കാര്യം ഇതാണ്. സ്ട്രാഡിൽ എന്ന് പറഞ്ഞാൽ എവിടെ തുടങ്ങിയോ അവിടെ വീണ്ടും കൊണ്ടുവന്ന് നിർത്തുക എന്നുള്ളതാണ്. സോ നമുക്ക് ഇതിനകത്ത് ഈ ചാർട്ടിൽ 25,500 ഫ്യൂച്ചർ ക്ലോസ് ആയിരിക്കുന്നത്. 501 ഇന്നലത്തെ ട്രേഡിംഗ് ഡേയിൽ ക്ലോസിങ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഫ്യൂച്ചർ ഇവിടെ അല്ല. ഫ്യൂച്ചർ എവിടെയാണെന്ന് വെച്ചാൽ 25,400-നും 450-നും ഇടയ്ക്കാണ് നിഫ്റ്റി ഫ്യൂച്ചർ നിൽക്കുന്നത്. ഇതും ഒരു ഹിഡൻ, ആരും അറിയാത്ത ഒരു ഹിഡൻ ഇതാണ്, ഒളിച്ചു വച്ചിരിക്കുന്നൊരു സംഭവമാണ്, ഒരു ഹിഡൻ സംഭവമാണിത്. ഇതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ കുറേ അനാലിസിസ്, ഡെയിലി ഒബ്സർവേഷൻ ചെയ്ത് അനാലിസിസ് ചെയ്താൽ മതി. സോ 25,400-നും 450-നും ഇടയ്ക്കാണ് ഫ്യൂച്ചർ നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ ചാർട്ടിൽ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ക്ലോസിംഗ് തന്നേക്കുന്നത് 25,501-ലുമാണ്. നമ്മൾ ഈ പറഞ്ഞതെല്ലാം ഓർക്കുക.
നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വീണ്ടും തിരിച്ച് ബാക്ക് പോയിട്ട് വീണ്ടും കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഞാൻ പറഞ്ഞത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഈ സ്ട്രാഡിൽ നമ്മുടെ പോയിൻ്റ് ഓഫ് കൺട്രോൾ എങ്ങനെയാണ് വർക്കാകുന്നത് എന്നുള്ളത് നിങ്ങൾ പ്ലാൻ ചെയ്യുക. നമ്മുടെ പോയിൻ്റ് ഓഫ് കൺട്രോൾ ഇന്ന് 155-നും 160-നും ഇടയ്ക്കാണ്. 155 ആൻഡ് 160 ഇതാണ് നമ്മുടെ പോയിൻ്റ് ഓഫ് കൺട്രോൾ ഇന്ന് വരാൻ പോകുന്നത്. ഇത് തൊട്ടു താഴെയുള്ള മൾട്ടി ഡേ ലോ ആണ്. 25,480 എന്ന് പറയുന്നത് മൾട്ടി ഡേ ലോ ആണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ഈ മൾട്ടി ഡേ ലോ ബ്രേക്ക് ചെയ്യുകയാണോ ചെയ്യുന്നില്ലേ, അത് ചെയ്താൽ എങ്ങനെയാണ് അതിൻ്റെ മൊമെൻറ്റം വരുന്നത്, എവിടെയൊക്കെയാണ് ഇതിൻ്റെ റിയാക്ഷൻസ് വരുന്നത്, ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ടൈം നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. കരുതൽ ഇന്നാണ് ആദ്യത്തെ ദിവസം കോൺട്രാക്റ്റിൻ്റെ. സോ ഇത് നോക്കി നിങ്ങൾ ട്രേഡുകൾ നല്ല നല്ല ട്രേഡുകൾ എൻട്രിയും എക്സിറ്റും എടുക്കുക. ഈ ലെവലൊക്കെ വേണമെങ്കിൽ മാർക്ക് ചെയ്തോളൂ. ഇവിടേക്ക് വരുമ്പോൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ റെഗുലറായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇത്രയും നേരം കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.